ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ പത്രവിശേഷങ്ങളും വാർത്തകളും വിശകലനങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിപ്പം ഉള്ളത് പതിവ് പോലെ നമ്മുടെ ശ്രീജിത്ത് ബാലകൃഷ്ണനാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഈ പത്രവിശേഷങ്ങളൊക്കെ ആരംഭിച്ചത് തന്നെ നമ്മുടെ ദൗത്യം ക്രൂ 9 ദൗത്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടും ആ വാർത്തകളൊക്കെ തുടങ്ങിക്കൊണ്ടുവരുന്നു. ഇന്നിപ്പോൾ ആ മനോഹരമായ കാഴ്ച കണ്ടുണർന്ന് നമ്മൾ നിൽക്കുകയാണ്. തുടങ്ങാം അപ്പോൾ ഇന്നലത്തെ പത്രവിശേഷങ്ങൾ. തീർച്ചയായും ഇന്നലെ പറഞ്ഞു തുടങ്ങിയിടത്ത് തന്നെയാണ്, അല്ലെങ്കിൽ അവസാനിപ്പിച്ചിടത്ത് തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്. ഇന്ന് 3:27 ആ ദൗത്യം ഏതാണ്ട് വിജയകരമായി പൂർത്തിയാകുന്നു. അതിൻ്റെ ഇന്നത്തെ വാർത്തകൾ, ഇന്നത്തെ വാർത്തകൾ അത് അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടാണ് മലയാള പത്രങ്ങൾ എല്ലാവരും ആ വാർത്തയെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനം പത്രങ്ങളുടെ തലക്കെട്ടുകളും ഡിസൈനുമാണ്. അങ്ങനെ തന്നെ പറഞ്ഞു പോകണം. കാരണം തലക്കെട്ടുകളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ടുകളെ കുറിച്ച് തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം മനോരമ ഒന്നാം പേജിൽ, അതായത് ഈ മലയാളിക്ക് നമ്മൾ പറയാറുണ്ട്, മലയാളിക്ക് സൂര്യന് കീഴെ എല്ലാം വലിയ വാർത്തകൾ തന്നെയാണ്. ഇത് ബഹിരാകാശത്തിന് താഴെ അതിനേക്കാൾ വലിയ വാർത്തകൾ എന്ന രൂപത്തിലാണ് മലയാള മനോരമ ഒന്നാം പേജിൽ. ഇതൊരു ഭാവനാ ചിത്രം എന്ന രൂപത്തിലാണ്. ആ ചിത്രം ഒറിജിനലല്ല, പക്ഷേ എത്ര മനോഹരമായിട്ടാണ് ഒന്നാം പേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണേണ്ടി വരും. അതിൽ വിശദമായ വാർത്തകൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വിശദമായി തന്നെ എങ്ങനെയാണ് സുനിത വില്യംസിൻ്റെ ഈ 287 ദിവസം കടന്നുപോയത്, പിന്നീട് ഈ 17 മണിക്കൂർ യാത്ര എങ്ങനെയാണ്, ഭൂമിയിൽ എങ്ങനെയാണ് എത്തിച്ചേരുക എന്നുള്ളതെല്ലാം വളരെ വിശദമായി പറയുന്നുണ്ട്. ഞാൻ ആ ചിത്രം പറയാൻ വേണ്ടി തന്നെയാണ് ഒന്നാം പേജിൽ മനോരമയിലേക്ക് തന്നെ പോയത്. മാതൃഭൂമിയും വളരെ മനോഹരമായി തന്നെ ഒന്നാം പേജ്, അത് മനോരമയുടെ ഒപ്പം എത്തിയില്ല എന്ന് ഒരുപക്ഷെ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിൽ കൂടിയും പക്ഷേ ആ ഹെഡിങ് കൊണ്ട് കുറച്ചും കൂടി മാതൃഭൂമി മനോഹരമാക്കിയിട്ടുണ്ട്. തീരം തൊടാൻ താരകം എന്ന രൂപത്തിൽ. തലക്കെട്ടുകളെക്കുറിച്ച് ഞാനൊരു ചെറിയ കുറിപ്പ്, അതായത് എല്ലാ പത്രങ്ങളിലേക്കും എടുത്തെടുത്ത് പോകാൻ, പത്രങ്ങളിൽ എടുക്കുന്ന സമയം ലാഭിക്കാൻ വേണ്ടി ഞാനൊന്ന് തലവാചകങ്ങൾ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് ദേശാഭിമാനി, ആകാശ താഴ്വരയിൽ സുനിതാരകം എന്നൊരു ചെറിയ ഒരു പോക്കറ്റ് സ്റ്റോറി കൂടിയുണ്ട്. സുനിത താരകം. മനോഹരമായ ഒന്നാം പേജാണ് ദേശാഭിമാനിയുടേത്. അതോടൊപ്പം തന്നെ ആകാശമായവളെ മാധ്യമം പിന്നീട് അതിൽ എഴുതുന്നുണ്ട്. ഹെഡിങ് ആകാശമായവളെ എന്നാണെങ്കിൽ പോലും താഴേക്ക് എഴുതുന്നത് ഈ വരികൾ വായിക്കുമ്പോഴേക്കും നീലവാനിൽ നിന്ന് അവർ നീലക്കടലിൻ്റെ കുളിരിലേക്ക് ഊളിയിട്ടിറങ്ങി ഉയർന്നു വന്നിരിക്കും. സംഗതി സയൻസും ശാസ്ത്രവും ബഹിരാകാശവും ഒക്കെ ആണെങ്കിലും മലയാളി ഇതിനെയൊക്കെ വളരെ മനോഹരമായി സർഗാത്മകമായി തന്നെ വിലയിരുത്തും എന്ന് വേണം അതിനെ കാണാൻ. പിന്നീട് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ദീപികയും സുപ്രഭാതവും, രണ്ടുപേർക്ക് ഒരൊറ്റ ഹെഡിങ്ങാണ്. അതെന്തായാലും നന്നായി എന്ന് വേണം പറയാൻ. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക്, ഇന്നലെ ചാനലുകളുടെയൊക്കെ സ്റ്റോറികളുടെ ഈ ടാഗ് ലൈനൊക്കെ അങ്ങനെയായിരുന്നു എന്ന് വേണം കാണാൻ. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് എന്നുള്ളതാണ് ദീപികയും സുപ്രഭാതവും. സ്വാഗതം സുനിത കാത്തിരിക്കുന്നു, ഒരു സ്ട്രെയിറ്റ് ആയിട്ട് മെട്രോ വാർത്ത. ചരിത്രം ഈ മടക്കയാത്ര ചന്ദ്രിക, കാത്തിരിപ്പിന് വിരാമം, ഭൂമി തൊട്ടു സിറാജ്. അങ്ങനെ ഇത്തരം മലയാളത്തിലെ പ്രമുഖവും അതിന് താഴോട്ടുള്ള എല്ലാ പത്രങ്ങളും വളരെ മനോഹരമായി തന്നെ ഒന്നാം പേജും ഈ വാർത്തകളും കൊടുത്തിട്ടുണ്ട്. 8-ാം പേജിലേക്കും 9-ാം പേജിലേക്കും പോയാൽ മാതൃഭൂമി വളരെ സല്യൂട്ട് സുനിത, ബഹിരാകാശത്തെ പ്രണയിച്ചവൾ. അങ്ങനെ ഒരു പിടി സ്റ്റോറികൾ രണ്ട് പേജിലായി, മധ്യത്തിൽ 2 പേജിലായി ത്രില്ലർ തോൽക്കും കഥ, വിൽമോർ പവറാണ്, ഇനി എന്ത് അടക്കം. അതായത് ഇനി എന്ത് പറഞ്ഞാൽ ഇനി ഈ സുനിതയും വിൽമോറും അടക്കമുള്ള 4 പേർ എന്ത് ചെയ്യും എന്നുള്ളതടക്കം, ഈ കഥ എങ്ങനെയായിരുന്നു എന്നുള്ളത് ത്രില്ലർ തോൽക്കും കഥ എന്ന് പറയുന്നുണ്ട്. ബഹിരാകാശത്തെ പ്രണയിച്ചവളെന്ന് സുനിതയുടെ ഒരു ഓവറോൾ സ്റ്റോറി, സുനിത പോയതും അവിടെ ഈ 287 ദിവസം അവിടെ നിന്നതും അവിടെ കുടുങ്ങിയതും അടക്കമുള്ള വലിയ വിവരങ്ങൾ അതിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. മനോരമയിലേക്ക് പോയാൽ മനോരമയും അതോടൊപ്പം തന്നെ സെൻട്രൽ സ്പ്രെഡ് മുഴുവനായി 10-11 പേജുകൾ ഏതാണ്ട് മുഴുവനായി തന്നെ സോൻഗ ബഹിരാകാശ പറവ്. അതിനുശേഷം ആഴക്കടലിലെ കാഴ്ച തേടി നീണ്ടുന്ന ഡൈവർ ആകാനായിരുന്നു സ്കൂൾ കാലത്ത് കൊതി. സുനിതയെക്കുറിച്ചാണ്. ആഗ്രഹങ്ങളിലേക്ക് ഇടംവലം നോക്കാതെ സുനിത എടുത്തൊരു ചാട്ടം. സ്വപ്നങ്ങൾക്ക് ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തതിനാൽ ഉയർന്നു പൊങ്ങി, എത്തിച്ചേർന്നത് ബഹിരാകാശത്ത്. അങ്ങനെ വളരെ മനോഹരമായി അവരും മനോരമയും പിന്നെ സുനിതയുടെ ആകാശ വീടിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി സുനിതയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, സുനിതയ്ക്ക് ഒരു ഇന്ത്യൻ ബന്ധം, ഇന്ത്യൻ വേരുണ്ടെന്ന് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സുനിത ഇന്ത്യയിലേക്ക് സ്വാഗതം എന്നാണ്. അകലെയാണെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിനടുത്താണ് താങ്കൾ, ഇന്ത്യ അവളുടെ മകളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ച ഒരു കത്ത്, ആ കത്തിനെക്കുറിച്ചും മനോരമ സെൻട്രൽ സ്പ്രെഡിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ, ഈ വാർത്ത പറയുമ്പോൾ തന്നെ ദുഃഖകരമായ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ഗാസയിൽ നിന്നൊരു വലിയ വാർത്ത കഴിഞ്ഞ 1-1.5 ദിവസമായി വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ വെടിനിർത്തൽ കരാറുണ്ടായിരുന്നു. ആ കരാറിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ കടുത്ത ആക്രമണം നടത്തിയിരിക്കുന്നു. ഇന്നലെ ഏതാണ്ട് 413 പേരാണ് അവിടെ മരണത്തിന് കീഴടങ്ങുന്നത്. ഗാസയിൽ കൂട്ടക്കുരുതി എന്നാണ്. ആ വാർത്തയിലേക്ക് പോകാം നമുക്ക്. അതായിരിക്കും ഈ ബഹിരാകാശം
വാർത്തകളൊക്കെ നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ്. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഇത് പറയാതെ പോകാൻ നിർവാഹമില്ല. അത്രയും അതായത് 413 പേർ, അത്രയും പേർ. ഇത് ഒരു ദിവസത്തെ ആണെങ്കിലും കഴിഞ്ഞ വർഷങ്ങളായി നടക്കുന്ന കൂട്ടക്കുരുതിയുടെ തുടർച്ചയെന്ന് വേണം കാണാൻ. 413 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്നാണ് മനോരമ പറയുന്നത്. മാതൃഭൂമി അതിനെ നരമേധം എന്നാണ് ഹെഡിങ് ഇട്ടിട്ടുള്ളത്. ഗാസയിൽ വീണ്ടും നരമേധം. ഈ ബഹിരാകാശത്തെ വാർത്തകളുടെ മനോഹരമായ ഹെഡിങ്ങുകൾ കഴിഞ്ഞു ഒന്നാം പേജിൽ മാതൃഭൂമിയും മനോരമയും, അതായത് പിന്നെ സുനിത വില്യംസിൻ്റെ മടക്കത്തെ മനോഹരമായി വിന്യസിച്ചിരിക്കുന്ന മാതൃഭൂമി മനോരമയും നരമേധവും കൂട്ടക്കുരുതിയുമായി ഗാസയെ വിന്യസിക്കുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം മാധ്യമമാണ്. മാധ്യമം ഒന്നാം പേജിൽ സുനിതയ്ക്കോ ബഹിരാകാശത്തും തിരിച്ചു വരുന്ന വിൽമോറിനോ ഒന്നും ഇടം കൊടുത്തിട്ടില്ല. പകരം നരകം തീർത്ത് എന്നൊരു തലവാചകത്തിൽ മാധ്യമം ഒന്നാം പേജ് പൂർണ്ണമായും ഗാസയിൽ നടത്തിയ കൂട്ടക്കുരുതി അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കും വിശദമായ വിവരങ്ങളും വലിയൊരു ചിത്രവും, ഏതാണ്ട് ഒരു കൊല്ലപ്പെട്ട കുഞ്ഞിൻ്റെ മൃതദേഹവുമായി ബന്ധു പോകുന്ന ഒരു ചിത്രം കൂടിയാണ് ഒന്നാം പേജിൽ വലുതായി കൊടുത്തിട്ടുള്ളത്. അത് വലിയ വാർത്തയെ തന്നെയാണ് മാധ്യമം കൈകാര്യം. മറ്റ് മലയാള പത്രങ്ങളും അതിന് ദേശാഭിമാനിയും മറ്റ് പത്രങ്ങളൊക്കെ വളരെ വലുതായി തന്നെയാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത്. വലിയ വാർത്ത കൂടിയാണത് എന്നുകൂടി പറയേണ്ടി വരും. ഇനിയൊന്നുള്ളത് മറ്റൊരു വാർത്ത, അതായത് ഇന്നലെ മോഹൻലാൽ ശബരിമലയിൽ, നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ എവിടെ പോയാലും വാർത്തയാണ്, അഭിനയിച്ചാൽ വാർത്ത, എവിടെ പോയാലും വാർത്ത. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നലെ ശബരിമലയിൽ പോയത് വലിയ വാർത്തയെ തന്നെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അത് ഉൾപേജിലേക്ക് മാറിപ്പോയത് സുനിതയുടെ മടങ്ങിവരവും ഗാസയൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ വാർത്തയിൽ ഒരു കൗതുകവും പ്രാധാന്യവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുത്തിട്ടുള്ളത് മാതൃഭൂമിയാണ്. അതുകൊണ്ട് മാതൃഭൂമി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അത് 4-ാം പേജിൽ മലചവിട്ടി മോഹൻലാൽ എത്തി, മമ്മൂട്ടിക്കായി അയ്യപ്പന് ഉഷപൂജ നടത്തി എന്നൊരു വാർത്ത. അത് ആ ഹെഡിങ്ങിൽ അങ്ങനെ തന്നെയാണ്. മറ്റു പത്രങ്ങളൊക്കെ മലചവിട്ടി മോഹൻലാൽ അല്ലെങ്കിൽ അയ്യനെ കണ്ടു തൊഴുത് മോഹൻലാൽ എന്ന രൂപത്തിലാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. അത് ആ ഉഷപൂജയുടെ ചിത്രം കൂടി മമ്മൂട്ടി കൊടുത്തിട്ടുണ്ട്. ഉഷപൂജ അതുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത് മമ്മൂട്ടിയുടെ മുഹമ്മദ് കുട്ടി വിശാഖ നക്ഷത്രത്തിലാണ് ഈ ഉഷപൂജ നടത്തിയത് എന്ന് വളരെ വിശദമായി പറയുന്നുണ്ട്. ഒപ്പം മോഹൻലാലിൻ്റെ ഭാര്യയ്ക്ക് കൂടി, സുചിത്രയ്ക്ക് കൂടി അവരുടെ പേരിലും ഉഷപൂജ വഴിപാട് നടത്തിയെന്ന് കൂടി മാതൃഭൂമി വാർത്തയിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. എന്തായാലും മോഹൻലാൽ എവിടെ പോയാലും വാർത്ത എന്നുള്ളത് കൊണ്ട് ഇതും വലിയൊരു വാർത്തയാണ്. ഇനി എടുത്തു പറയേണ്ടത് ഇന്നലെ ദേശീയ തലത്തിലും ഒക്കെ ചർച്ചയായ ഒരുപാട് വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു വാർത്ത, ഒരുപക്ഷെ മറ്റ് മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിലോ പ്രധാനപ്പെട്ട പേജുകളിലോ കാണാതെ പോയൊരു വാർത്ത, ചിലപ്പോൾ ചെറിയ പേജുകളിൽ ഇടം പിടിച്ചിട്ടുണ്ടാകും. എന്നാലും പറയേണ്ടി വരുന്നൊരു വാർത്ത. കേരളകൗമുദിയാണ് ആ വാർത്ത ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്തത്. കേരളകൗമുദി ഇന്നലെ ഒന്നാം പേജ് വളരെ വ്യത്യസ്തമാണ്. എല്ലാവരും സുനിത വില്യംസിൻ്റെ മടങ്ങിവരവിനെ ആഘോഷമാക്കുമ്പോൾ കേരളകൗമുദി സുനിത വില്യംസിനെ ഇന്ന് ഒന്നാം പേജിൽ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒന്നാം പേജിൽ കൊടുത്തിരുന്നു. കേരളകൗമുദി അതിനെ ഒന്നാം പേജിൽ നിന്ന് ഉൾപേജിലേക്ക് വലിച്ചു. പകരം ഒന്നാം പേജിൽ മറ്റു ചില വാർത്തകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശ്രദ്ധേയമായ അതുകൊണ്ടാണ് പത്രത്തെയും ഈ പേജിനെയും എടുത്തു പറയുന്നത്. കേരളത്തിൽ CPM വ്യവസായം നശിപ്പിച്ചു പറയുന്നത് കേന്ദ്രത്തിൻ്റെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അതായത് ഈ വാർത്തയുടെ പ്രാധാന്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി ഇതേ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചതുകൊണ്ടായിരിക്കാം ഈ ഒന്നാം പേജിൽ കൊടുത്തുള്ളത്. പിന്നെ തിരുവനന്തപുരത്ത് ഇന്നലെ നടന്നൊരു വലിയ സംഭവമുണ്ട്. തേനീച്ചക്കൂടിളകിയത് കളക്ട്രേറ്റിലാണ്. കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ, അത് അവിടെ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സർ എല്ലാവർക്കും കുത്തേറ്റിട്ടുണ്ട്. സബ് കളക്ടർക്ക് അടക്കം കുത്തേറ്റിട്ടുണ്ട്. ആ വാർത്ത ഒന്നാം പേജിൽ കേരളകൗമുദി കൊടുക്കുന്നുണ്ട്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു വാർത്ത. ഇന്ന് എടുത്തു പറയേണ്ടത് ഇന്നലെ ആലപ്പുഴയിലെ സംഭവം നടന്നത് അങ്കമാലിക്കും ആലുവയ്ക്കും ഇടയിലാണ്. ആലപ്പുഴയിൽ നിന്നുള്ളൊരു ലോക്കോ പൈലറ്റാണ് അവരെ രക്ഷിച്ചത്. വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് ഒന്നാം പേജിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മദ്യപിച്ച് ഒന്ന് മയങ്ങിപ്പോയത് റെയിൽപാളത്തിലാണ്. ട്രെയിൻ വന്നു. ലോക്കോ പൈലറ്റ് ഹോൺ മുഴക്കി. പക്ഷേ അവർ ഉണർന്നില്ല. എന്തായാലും ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തി അവരെ രക്ഷപ്പെടുത്തി. ഇന്നലെ ചാനലുകളൊക്കെ കണ്ടവർക്ക് അറിയാം ആ വാർത്ത. അതിൽ നിന്ന് പാളത്തിനടിയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യം ആ ലോക്കോ പൈലറ്റിനെ പോയി കണ്ട് വാർത്ത ചെയ്തിട്ടുണ്ട്. പുണ്യമാസത്തിലെ പുണ്യം എന്നൊരു ചെറിയ ഇതിൽ അൻവർ ഹുസൈനാണ് ലോക്കോ പൈലറ്റ്. അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തയും കേരളകൗമുദി ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന്, ഇനി വരാൻ പോകുന്നൊരു വലിയ പണിമുടക്കിനെ കുറിച്ചാണ്. ആ പണിമുടക്ക് ദേശാഭിമാനി ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് മെയ് 20 വരാൻ പോകുന്ന മെയ് 20 അഖിലേന്ത്യാ പണിമുടക്കാണ്. ആ പണിമുടക്ക് ഇങ്ങനെയാണ്: 3-ാം മോദി സർക്കാർ തീവ്രമായി തുടരുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ മെയ് 20 രാജ്യവ്യാപക പൊതുപണിമുടക്ക്. ഒരു പൊതുപണിമുടക്ക് വന്നിട്ട് കാലം കുറച്ചായി. അതുകൊണ്ട് തന്നെ ഈ പൊതുപണിമുടക്ക് ഒരുപക്ഷെ വലിയ രൂപത്തിൽ രാജ്യത്തെ ബാധിച്ചേക്കും, പ്രത്യേകിച്ചും കേരളത്തെ ബാധിച്ചേക്കും എന്ന് തന്നെ വേണം കാണാൻ. ഇനിയുള്ളത് മറ്റൊരു വാർത്ത കൂടി പറയാം. മാധ്യമത്തിൻ്റെ 5-ാം പേജിൽ
കടല മുഹമ്മദ് അന്തരിച്ചു എന്നൊരു വാർത്ത. കടല മുഹമ്മദ് ആരാണെന്ന് ഒരു പക്ഷേ കുറച്ചുകൂടി ചരിത്രം പിന്നോട്ട് സഞ്ചരിച്ചാൽ അറിയാമായിരിക്കും. ഈ മദനിയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ മൊഴി, ആ മൊഴി കള്ളമാണ് എന്ന്, പോലീസ് കൊടുത്ത മൊഴി കള്ളമാണ് എന്ന് മാധ്യമങ്ങളിൽ വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ഒരാളാണ് അദ്ദേഹം. കോഴിക്കോട്ടുകാർക്ക് വളരെ സുപരിചിതനാണ്. അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വാർത്ത അതൊരു പക്ഷേ മറ്റ് പത്രങ്ങൾ വിട്ടുപോയതാകാനാണ് സാധ്യത. വലിയൊരു വാർത്തയായിരുന്നു അന്നത്തെ കാലത്ത്. അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യം ലഭിക്കാനുണ്ടായ ഒരു കാരണം കൂടി ഇദ്ദേഹത്തിൻ്റെ മൊഴിയായിട്ട് വേണം കാണാൻ. മറ്റൊന്ന് ഇനി പറയാനുള്ളത് സുനിൽ ഛേത്രി തിരിച്ചെത്തുന്നു. സ്പോർട്സ് ഫുട്ബോളൊക്കെ കാണുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ദീർഘകാലത്തിന് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നു. കഴിഞ്ഞ ഒരു വർഷം 2024 ഇന്ത്യക്ക് ഒരു വിജയങ്ങളും ഇല്ലാതിരുന്നു, വിജയങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ വിജയങ്ങളിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയായിരിക്കാം സുനിൽ ഛേത്രി വിരമിക്കൽ തീരുമാനം പിൻവലിച്ച് തിരിച്ചു വരുന്നു. ആ വാർത്ത കൂടി മാധ്യമം വളരെ മനോഹരമായി 10-ാം പേജിൽ കൊടുക്കുന്നു. ഇതോടുകൂടി ഈ ഒരുപാട് വാർത്തകൾ പറയാനുണ്ടായിരുന്നു. എന്തായാലും സേതു, ഞാൻ അവസാനിപ്പിക്കുന്നു. ശരി ശ്രീജിത്ത്.